ക്രിക്കറ്റ് സർക്കിളുകളിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയെക്കുറിച്ചാണ്. വൈഭവ് സൂര്യവംശി ഓൾറെഡി ടോക്കിങ്ങിലുള്ള ആണെങ്കിൽ ഈ IPLോട് അദ്ദേഹം ഒന്നും കൂടി ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം അടിച്ച ബോളർമാർ പോലും ആ ഒരു റേഞ്ചിലുള്ളവരാണ്. ഇപ്പോൾ മാറ്റ് ഹെൻറിയെ അടിച്ചു, അതിനുശേഷം ജസ്പ്രീത് ബുംറയെ ഫസ്റ്റ് ബോളിൽ 6 അടിക്കുന്ന നമ്മൾ കണ്ടു. പൊതുവെ ഏറ്റവും എല്ലാവരും ഭയന്നിരുന്ന ഒരാളായിരുന്നു ഹേസൽവുഡ്. ഹേസൽവുഡിൻ്റെ എന്താ പറയുക, ഈ സീസണിൽ ആദ്യത്തെ ഓവറിൽ തന്നെ വൈഭവത്തിട്ട് തരിപ്പണമാക്കി കളഞ്ഞു. ഈ വൈഭവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് എന്നുള്ളതാണ്. അയർലൻഡ് പര്യടനത്തിൽ വൈഭവ് ടീമിലേക്ക് വരുമെന്നാണ് ഒരു സോഴ്സുകളൊക്കെ പറയുന്നത്, BCA സോഴ്സൊക്കെ. സാറിന് എന്താണ് തോന്നുന്നത്? അയർലൻഡ് ടീമിൽ ഏതായാലും ഫുൾ സ്ട്രെങ്ത് ടീമായിരിക്കില്ല, അപ്പോൾ സാധ്യത ഉണ്ട് എടുക്കാൻ. ഇതിപ്പോൾ സഞ്ജുവിനെ റെസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. സഞ്ജു മിക്കവാറും ക്യാപ്റ്റൻ ആയിരിക്കും ആ ടീമിൻ്റെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അഭിഷേക് ശർമ്മയായിരിക്കും റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സഞ്ജു നമ്പർ 3 ബാറ്റ് ചെയ്യും. പക്ഷെ വൈഭവിനെ എടുക്കാനല്ല, ഈ ഫോം കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും എടുക്കും. എന്നുവെച്ചാൽ ഇതിപ്പോൾ അടിക്കണ റേറ്റ്, 6 അടിക്കണ റേറ്റ് 18 6 76 ബോളിൽ അടിച്ചിട്ടുള്ളത്. അത് ക്രിസ് ഗെയിലിനും ആൻഡ്രേ റസലിനും കൂടി അവരുടെ പീക്ക് സീസൺസിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമ്മൾ വൈഭവിനെ ഇപ്പോൾ പ്രായം നമുക്കറിയാം. ഇപ്പോൾ വൈഭവ് ഇന്ത്യക്ക് ഡെബ്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറായിട്ടാണ് വൈഭവ് മാറുക. ഒരു പക്ഷേ ഇതിനൊരു എന്താ പറയുക, ഒരു ഉൾട്ടടിക്കാനും സാധ്യതയില്ല. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻ കേസ് അദ്ദേഹം ഫോം ആയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ. ഇതിനെപ്പറ്റി എൻ്റെ സുഹൃത്ത് റോബിൻ പീറ്റേഴ്സൺ ഇപ്പോൾ ഫ്രാഞ്ചൈസ് കോച്ചാണ്. MI ന്യൂയോർക്കിനും ടൈറ്റിൽ ജയിച്ചു, MI കേപ്പ് ടൗണിൻ്റെ കൂടെയും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, എങ്ങനെ നിങ്ങളൊരു ലെഫ്റ്റ് ആം സ്പിന്നറും കൂടിയായിരുന്നു, എങ്ങനെ അറിയുക ഇവൻ്റെ അടുത്ത്? അപ്പോൾ പറഞ്ഞു, ഇത് വരെ ആർക്കും വീക്ക്നെസ് ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പ്രായത്തിലുള്ളൊരു കളിക്കാരൻ പ്രത്യേകിച്ച് വളരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബാലൻസൊക്കെ മാറും. അത് ഇനിയിപ്പോൾ ഒരു 3-4 കൊല്ലം എന്തായാലും വളരും ചെയ്യും. അപ്പോൾ സ്റ്റാൻസും എല്ലാം മാറ്റേണ്ടി വരും. പല കളിക്കാരുടെയും കരിയർ തന്നെ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. ലക്ഷ്മൺ ശിവരാമകൃഷ്ണനൊക്കെ 2 ഇഞ്ച് പൊക്കം വെച്ചത് കാരണമാണ് ആ ഫ്ലൈറ്റും ട്രജക്ടറിയൊക്കെ മുഴുവൻ മാറി, ആ സ്പിന്നൊക്കെ പോയി. അപ്പോൾ അതുപോലെ ആ പ്രശ്നങ്ങൾ വരാനുണ്ട്. പക്ഷെ ഇപ്പോൾ വൈഭവിന് ഏത് ബോളറായാലും പേടിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബുംറ ആയാലും ഒരു ബോളറെ അല്ല നോക്കണം, ബോൾ മാത്രമേ നോക്കണുള്ളൂ. അപ്പോൾ ആരായാലും ഒരു പ്രശ്നമല്ല. അതുപോലെ വൈഭവിൻ്റെ ബാറ്റിങ് കാണുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് എന്തോ ഒരു ടെക്നിക്കൽ, അദ്ദേഹം റൺസ് അടിക്കുന്നുണ്ട്, എല്ലാ ബോളർമാരും അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അങ്ങനെ തോന്നും അദ്ദേഹം ടെക്നിക്കലി എന്തൊക്കെയോ പ്രശ്നമുണ്ടോ നമുക്ക് തോന്നുന്നുണ്ടാവും. അതായത് അത് ഈ ബാറ്റിൻ്റെ ഒരു സ്പീഡിനെയാണോ കാര്യമായിട്ട് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അത് ഈ കുറേ നല്ല ബാറ്റ്സ്മാൻ, ഇപ്പോൾ സെവാഗ് അടക്കം, അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ആയിരുന്നു സ്ട്രെങ്ത്, ടെക്നിക്കല്ല. അവരത്രയും നേരത്തെ ബോൾ സ്പോട്ട് ചെയ്യും, പൊസിഷനിൽ വരും. പിന്നെ ബേസിക് ടെക്നിക്ക് വളരെ നല്ലത് തന്നെയാണ്. തല വളരെ സ്റ്റില്ലായിട്ടാണ്, നല്ല ബാറ്റ് സ്വിങ് ആണ്, നല്ല ബാറ്റ് ഫ്ലോ ആണ്, ലൈറ്റ് ആയിട്ടാണ്. പിന്നെ വളരെ ഏറ്റവും നമ്പർ 1 ഇത് കോൺഫിഡൻസ് ആണ്. ഗവൺമെൻറ് അബ്ദുൽ ഖാദർ ഒരിക്കൽ ഞങ്ങളോട് ഒരു കൂട്ടം ആൾക്കാർ പ്രസ് ബോക്സിൽ ഇരിക്കുമ്പോൾ, സച്ചിൻ്റെ ആദ്യത്തെ പര്യടനം പാകിസ്ഥാനിൽ പോയപ്പോൾ ഒരു 1 ഡേ മാച്ച് ക്യാൻസൽ ചെയ്ത് എക്സിബിഷൻ മാച്ചാക്കി പെഷാവറിൽ. അവിടെയാണ് ഖാദറിന് 4 6 അടിക്കേണ്ടത്. അപ്പം അതിന് മുമ്പ് ഖാദർ തോണ്ടിയ കാര്യം പറഞ്ഞു, നീ വെറും പയ്യനല്ല, നിനക്ക് പറ്റെങ്കിൽ എന്നെ 6 അടിക്കുക. എന്നിട്ടാണ് സച്ചിൻ അടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പക്ഷെ പയ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു തരം കോൺഫിഡൻസ് റോബിനും എന്നോട് ഇതന്നെയാണ് പറഞ്ഞു. എനിക്കിവനെ കാണുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്ന സച്ചിൻ, ഒരു T20 ഒരു സച്ചിനായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അതുപോലെ വൈഭവിൻ്റെ കാര്യമായി ഷോട്ട് എനിക്ക് തോന്നുന്നത് ലെഗ് സൈഡിലേക്കാണ്, അതല്ല ഓഫിനേക്കാളും. പക്ഷേ എനിക്കൊന്ന് ഭയങ്കര അടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളാണ്. പന്ത് വന്നതിന് ശേഷം ലേറ്റായിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ എടുക്കുന്നത്. പിന്നെ ഭയങ്കര ഹാൻഡ് പവറാണ്, സാധാരണ ആ ഒരു പ്രായത്തിലുള്ള ഒരാൾക്ക് കാണാത്ത ഹാൻഡ് പവറാണ്. അതുപോലെ വൈഭവിൻ്റെ ഒരു ബാറ്റിംഗ് ടെക്നിക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? ഇത് ഈ സാധാരണ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ക്രോസ് ബാറ്റ് അത്ര പ്രത്യേകിച്ച് ഒരു ചെറുപ്രായത്തിൽ അവർക്ക് ഒന്നാമത് ശീലമില്ല. പിന്നെ ഇപ്പോഴത്തെ കളിക്കാർക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു ഗുണം എന്താ വെച്ചാൽ, ഇവർ ഈ അണ്ടർ 19 സ്റ്റേജ് തൊട്ട് തന്നെ ഫോറിൻ ടൂറിന് പോകും. അവർ സൗത്ത് ആഫ്രിക്കയിൽ പോയി കളിക്കും, ഇംഗ്ലണ്ടിൽ പോയി കളിക്കും, ഓസ്ട്രേലിയയിൽ പോയി കളിക്കും. അപ്പോൾ ഇങ്ങനത്തെ പിച്ചിൽ കളിക്കുമ്പോൾ ക്രോസ് ബാറ്റ് ഷോട്ട് ഇല്ലാതെ ഒരു രക്ഷയില്ല. ഓസ്ട്രേലിയയിലൊന്നും നിങ്ങൾക്ക് ക്രോസ് ബാറ്റ് ഷോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. മറ്റേത് അല്ലെങ്കിൽ ആകെ ഒരു ഓവർ പിച്ച് ബോൾ കിട്ടുമ്പോൾ മാത്രം സ്ട്രേറ്റ് ഡ്രൈവ് കളിക്കാൻ പറ്റും. അല്ലാതെ സ്കോറിങ് ഷോട്ട്സ് മുഴുവൻ പുള്ളും കട്ടുമാണ്.
അപ്പം അത് ഈ ഒരു കൂട്ടം കളിക്കാർ ആയുഷ് മാത്രയൊക്കെ അതുപോലെ തന്നെയാണ്. ഇവർ ഈ ഒരു കൂട്ടം കളിക്കാർ ഈ പുറമെ പോയിട്ടുള്ള അനുഭവം കാരണം അവർക്ക് ആ ക്രോസ് ബാറ്റ് ഷോട്ട് അവരുടെ കിറ്റിലുണ്ട്. പണ്ടത്തെ കളിക്കാർക്ക് പലർക്കും അതില്ല. ഇപ്പോൾ കോഹ്ലിയുടെ നോക്കിക്കഴിഞ്ഞാൽ കോഹ്ലിക്ക് ഇപ്പോഴും ഒരു കട്ടില്ല ശരിക്കും. പുള്ള് ഭയങ്കര പുള്ളാണ്, പക്ഷെ ശരിക്കുള്ളൊരു സ്ക്വയർ കട്ടില്ല. പണ്ടത്തെ ഇപ്പോൾ വിശ്വനാഥോ മറ്റേ കുറേ അസ്രുദ്ദീൻ കുറേ നല്ല കട്ട് ഷോട്ട് കളിക്കാരുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ, പക്ഷെ കോഹ്ലിക്ക് സ്ക്വയർ കട്ടില്ല. അതുപോലെ എനിക്കൊന്ന് വൈഭവ് കുറച്ചുകൂടി ഒരു ബൗളിംഗ് കണ്ടീഷൻസിലെത്തുമ്പോൾ ഭയങ്കര ബാറ്റിംഗ് ആണ്. വൈഭവ് കൂടുതലായിട്ടും സ്കോർ ചെയ്യുന്നത് ബൗണ്ടറി ആൻഡ് സിക്സറാണ്. ഈ റൺസൊക്കെ അദ്ദേഹത്തിന് ഒരു ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ഒരു ബൗളിംഗ് ട്രാക്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് നമ്മൾ വരികയാണെന്ന് തന്നെ വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്ത്യൻ ടീമിലെത്തി, ഇൻ കേസ് അദ്ദേഹത്തിന് ഒരു ഫോം ഔട്ട് സംഭവിച്ചു നമ്മൾ സങ്കല്പിക്കും, പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു വലിയൊരു അനിശ്ചിതത്തിലേക്ക് പോകില്ലേ? കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പ്രഷർ കൊടുക്കുന്ന പോലെയല്ലേ അത്? ആവണമെന്നില്ല. എന്താ വെച്ചാൽ സച്ചിൻ്റെയും തുടക്കം അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല. കുറേ ഫെയിൽ ചെയ്തിട്ട് തന്നെയാണ് പിന്നെ ഒരു ടെസ്റ്റ് സെഞ്ചുറി അടിക്കുന്നതും മറ്റേ ന്യൂസിലൻഡിൽ പോയി സെഞ്ചുറി മിസ് ചെയ്തിട്ട് കരഞ്ഞ കഥകളൊക്കെ ഉണ്ട്. ജോൺ റൈറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോൺഫിഡൻസ് ഉള്ള കളിക്കാർക്ക് ഈ കോൺഫിഡൻസ് വെറുതെ വരുന്നതല്ല, ഇത്രയും പ്രയത്നിച്ചിട്ടുള്ളതാണ്. 4 മണിക്കൂറൊക്കെ ആയിരുന്നു ഓരോ ദിവസവും അച്ഛനും മകനും കൂടി പ്രാക്ടീസിന് പോയി തിരിച്ചു വരിക. അപ്പോൾ അവർ ഒരുമിച്ച് കെട്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു കോൺഫിഡൻസാണ്. അപ്പോൾ അത് ഇനി ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ, മോശമാവെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഏറ്റവും നല്ല കോച്ചസിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ സംഘക്കാരെ ആയാലും മറ്റേ സുബിൻ ബറൂച്ച അവിടുത്തെ ഒരു ബാറ്റിംഗ് കൺസൾട്ടൻ്റാണ്. ഇവർക്കൊക്കെ കളിയെപ്പറ്റി അത്ര ആഴത്തിലറിയാം. അപ്പോൾ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അതുപോലെ നമ്മൾ ഈ സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പോകുന്ന ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ജയ്സോളും വൈഭവും ഭയങ്കര ഫോമിലാണ്. എനിക്ക് തോന്നുന്നു സഞ്ജു ഒരു അർത്ഥത്തിൽ ഇത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടാലൻറ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഡാരൻ ലീമൻ ടീം വിടേണ്ടത് മൈക്കിൾ ക്ലാർക്ക് വന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കളിക്കാരനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ സഞ്ജു നേരിട്ട് കണ്ടതാണല്ലോ, ക്യാപ്റ്റനും ആയിരുന്നു. അപ്പം അത് ആദ്യം കാണുന്ന ആൾ സഞ്ജു ആണ്. ഒരു പക്ഷേ വൈഭവിന് സഞ്ജു കളിക്കുകയും വൈഭവ് പുറത്തിരിക്കുകയും ചെയ്താൽ ചിലപ്പോൾ വൈഭവ് മറ്റൊരു ടീമിലേക്കും പോകുന്ന സാഹചര്യം കൂടി ഒഴിവാക്കാനായിട്ടാണ്. അല്ല, ഇതിപ്പോൾ രണ്ടുപേർക്കും ഒരു വിൻ വിൻ സാഹചര്യമാണ് കിട്ടിയത്. ഇപ്പം ചെന്നൈക്ക് ഒരു ഭാവിയിലേക്കൊരു ബാറ്റ്സ്മാൻ മാത്രമല്ല ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനെയും കിട്ടി. രാജസ്ഥാൻ ഒരു അടുത്ത 5-6 കൊല്ലെങ്കിലും ചുരുങ്ങിയത് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്. രാജസ്ഥാൻ നന്നായി പെർഫോം ചെയ്യുന്നു. സംഘക്കാരുടെ വരവ് വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ലേ കോച്ചിങ്ങിൽ? അതെ, തീർച്ചയായിട്ടും ഒരു മോഡേൺ ഈ T20 കളിച്ചിട്ടുള്ള കളിക്കാർ കോച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ ഞാൻ ഒരിക്കലും എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ ഇപ്പോൾ സ്റ്റീവൻ ഫ്ലെമിംഗ് ആയാലും, പക്ഷെ ഇവരാരും അങ്ങനെ അത്രയും ആ ഒരു ഹൈ ലെവലിൽ T20 കളിച്ചിട്ടില്ല. സംഘക്കാർ ഒരു T20 വേൾഡ് കപ്പ് ജയിച്ച ആളാണ്. IPL കുറേ സീസൺ കളിച്ചത്. അപ്പോൾ ആ ഒരു അനുഭവം നമുക്കിപ്പോൾ സനത് ജയസൂര്യ ശ്രീലങ്കയിൽ വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മാറ്റം കണ്ടു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഫാക്ടർ തന്നെയാണ്.